നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KPCCയുടെ പ്രഥമ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ടി പത്മനാഭന് സമർപ്പിച്ച് രാഹുൽ ഗാന്ധി. സത്യത്തിനും നീതിക്കുമായുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന മാഹി മദ്യവുമായി യുവാവ് പിടിയിൽ. കണ്ടെടുത്തത് 500 ml 54 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. കർഷക ആത്മഹത്യ. കലക്ട്രേറ്റ് മാർച്ചുമായി ആം ആദ്മി പാർട്ടി. തിങ്കളാഴ്ച മാർച്ചും പ്രതിഷേധ പ്രകടനവും നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് TT സ്റ്റീഫൻ. വാർത്തകൾ വിശദമായി. സമകാലീന ഇന്ത്യയിൽ ജനങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതുമെന്ന് രാഹുൽ ഗാന്ധി. KPCC സാധു കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ ഇപ്പോൾ ലൗഡ് സ്പീക്കറും ക്യാമറയും എല്ലാം ഭരണാധികാരിക്ക് നേരെയാണ്. ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അവിടെ നുണകൾക്ക് സ്ഥാനമില്ല. സത്യം പുറത്തുവരാൻ ഒരുപാട് സമയമെടുക്കും. എല്ലായ്പ്പോഴും സത്യമാണ് ജയിക്കുക. സത്യം തുറന്നു പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും സത്യം തുറന്നു പറയുന്നത് എന്നെ അപകടത്തിലുമാക്കിയിട്ടുണ്ട്. എങ്കിലും നീതിക്കും സത്യത്തിനുമായുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. We should aspire to be like writers, that whatever comes in our mind, whatever truth comes in our mind, we put it in front of the people. നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്, നമ്മൾക്ക് എന്ത് സത്യമാണ് പറയാനുള്ളത്, അത് നമ്മൾ എപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കണം. It's a much harder job because people tend not to like the truth. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. കാരണം പലപ്പോഴും ജനങ്ങൾക്ക് സത്യം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുകയില്ല. But nations are built on truth. They can never be built on a lie. പക്ഷേ രാഷ്ട്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിന്റെ മുകളിലാണ്. ഒരിക്കലും ദേശരാഷ്ട്രങ്ങൾ നുണകൾക്ക് മുകളിൽ കെട്ടിപ്പടുത്താൻ കഴിയുന്നതല്ല. KPCCയുടെ പ്രഥമ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം രാഹുൽ ഗാന്ധി MP എഴുത്തുകാരൻ ടി പത്മനാഭന് സമർപ്പിച്ചു. VD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും 1 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഭരണാധികാരികൾ ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സത്യത്തിനും നീതിക്കുമായുള്ള പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമകാലിക ഇന്ത്യയിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്പീക്കർ ജനങ്ങൾക്ക് നേരെ തിരിച്ചു വെക്കണമെന്നാണ്. Because if you look at our leadership in Delhi, all the loudspeakers and cameras are pointed in this direction. എന്തുകൊണ്ടെന്നാൽ ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ലൗഡ് സ്പീക്കറും ഭരണാധികാരികൾക്ക് നേരെ മാത്രം തിരിച്ചു വെച്ചിരിക്കുന്നതാണ്. There's of course a big difference between Padmanabhanji and us. It is much easier for him to speak the truth than it is for the politicians. ടി പത്മനാഭൻജിയും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറെ കൂടി നിർഭയമായി ആർജവത്തോടെ സത്യം സംസാരിക്കാൻ പറ്റും, നമ്മളെക്കാളും അധികം. താൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചതിന്റെ ഓർമ്മകളുമായാണ് ടി പത്മനാഭൻ മറുപടി പ്രസംഗം നടത്തിയത്. ഒരു സാഹിത്യകാരനായില്ലെങ്കിൽ എന്താകുമായിരുന്നുവെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ നൽകിയ മറുപടി മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ എന്നാകുമെന്നും ടി പത്മനാഭൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് കോൺഗ്രസുമായി ഇടപഴകിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ടി പത്മനാഭൻ തന്റെ പ്രസംഗത്തിൽ DCC മുൻ പ്രസിഡന്റ് സതീശൻ പാച്ചേനിയെ അനുസ്മരിച്ചു. രാജ്യം ഒരുപാട് രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ തേര് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ നേരുന്നുവെന്നും പത്മനാഭൻ കൂട്ടിച്ചേർത്തു. KPCC പ്രസിഡന്റ് K. സുധാകരൻ MPയുടെ അധ്യക്ഷതയിലാണ് പ്രഥമ പ്രിയദർശിനി സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, പഴക്കുളം മധു, വിവിധ സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം കേരളത്തിന്റെ നേതൃത്വത്തിൽ വോട്ടവകാശ ചരിത്ര പ്രദർശനവും സെമിനാറും ഞായറാഴ്ച കണ്ണൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനം അഡ്വക്കേറ്റ് KM രമിയും
തുല്യതാ പ്രാതിനിധ്യവും വനിതാ സംവരണ ബില്ലും എന്ന വിഷയത്തിൽ സെമിനാർ ഡോക്ടർ AK ജയശ്രീയും ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ വിശകലനം ചെയ്യുന്ന പോസ്റ്റർ എക്സിബിഷൻ, അതുപോലെ സ്ത്രീകൾ വോട്ടവകാശം നേടിയത് വലിയ ചരിത്രം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ നടന്ന സമരങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിലടക്കം വോട്ടവകാശത്തിന് വേണ്ടി സ്ത്രീകൾ സമരം ചെയ്തിട്ടുണ്ട്. പ്രാതിനിധ്യത്തിന് വേണ്ടി സ്ത്രീകൾ വട്ടമേശ സമ്മേളനങ്ങളിലുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ തുടർച്ചയായി കിട്ടിയ വോട്ടവകാശം ഈ രീതിയിൽ ആണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് തുറന്നു കാണിക്കുക. ആ രീതിയിലൊരു ഫോട്ടോ പ്രദർശനവും ഉണ്ട്. എന്താണ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയമെന്നും ഈ പാർലമെൻറ്റ് ഇപ്പോൾ പാസ്സാക്കിയ 33% വനിതാ സംവരണ നിയമം ഏത് രീതിയിലാണ് സ്ത്രീകൾക്ക് അനുകൂലമല്ലാത്തത് എന്നും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശവുമുണ്ട്. തുല്യതാ പ്രാതിനിധ്യ പ്രസ്ഥാനം കേരളത്തിന്റെ നേതൃത്വത്തിലാണ് ഡിസംബർ 3 വോട്ടവകാശ ചരിത്ര പ്രദർശനവും സെമിനാറും നടത്താൻ തീരുമാനിച്ചതായി സംഘടനയുടെ കൺവീനർ M. സുൽഫത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുക, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ 33% സീറ്റുകളിലും സ്ത്രീകളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം കേരളം 3 കാലത്ത് 10 മണി മുതൽ മഹാത്മാ മന്ദിരത്തിൽ സെമിനാറും ഫോട്ടോ പ്രദർശനവും നടത്തും. തുല്യ പ്രാതിനിധ്യവും വനിതാ സംവരണ ബില്ലും എന്ന സെമിനാറിന്റെ ഉദ്ഘാടനം ഡോക്ടർ AK ജയശ്രീയും ഫോട്ടോ പ്രദർശനം അഡ്വക്കേറ്റ് KM രമയും ഉദ്ഘാടനം ചെയ്യും. ചെയർപേഴ്സൺ കുസുമം ജോസഫ്, K. സരള എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഞ്ചാവുമായി യുവതി പിടിയിൽ. പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശിനി നിഖിലയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സിജിൽ കുമാർ KKയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. യുവതിയിൽ നിന്നും 1 കിലോ 600 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ സജീവ് PR, അഷ്റഫ് മലപ്പട്ടം, സിവിൽ എക്സൈസ് ഓഫീസർ വിനീത് PR, സൂരജ് P, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രതിക MV, ഡ്രൈവർ അജിത് തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. KPCCയുടെ പ്രഥമ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം T. പത്മനാഭന് സമർപ്പിച്ച് രാഹുൽ ഗാന്ധി. സത്യത്തിനും നീതിക്കുമായുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന മാഹി മദ്യവുമായി യുവാവ് പിടിയിൽ. കണ്ടെടുത്തത് 500 ml 54 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. കർഷക ആത്മഹത്യ. കലക്ട്രേറ്റ് മാർച്ചുമായി ആം ആദ്മി പാർട്ടി. തിങ്കളാഴ്ച മാർച്ചും പ്രതിഷേധ പ്രകടനവും നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് TT സ്റ്റീഫൻ. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
കോട്ടയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. MMR കാറ്ററിംഗ് ആൻഡ് വാർത്തകൾ തുടരുന്നു. ഡ്രൈഡെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 54 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് കതിരൂർ പോലീസിന്റെ പിടിയിൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കക്കറയിൽ നടത്തിയ പരിശോധനയിലാണ് കിഴക്കേ കതിരൂർ സ്വദേശി രഞ്ജിത്ത് അറസ്റ്റിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കക്കറ എന്ന സ്ഥലത്ത് വെച്ചാണ് മാഹിയിൽ നിന്നും അനധികൃതമായി വിൽപ്പനയ്ക്ക് സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന 500 ml 54 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത്. കിഴക്കേ കതിരൂർ സ്വദേശിയായ രഞ്ജിത്തിനെയാണ് സബ് ഇൻസ്പെക്ടർ ഡോളി VM അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കക്കറയിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. ഇയാൾ മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്ന് ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസും രജിസ്റ്റർ ചെയ്തു. കതിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഡോളി VM, CPOമാരായ മിതോഷ് K, ശ്രീജിത്ത് V എന്നിവരാണ് മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പാലസ്തീൻ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റാലി ഡിസംബർ 6 വൈകുന്നേരം കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്ന് MV ജയരാജൻ അറിയിച്ചു. പാലസ്തീൻ ഐക്യദാർഢ്യ റാലി CPM PB അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിക്കും. പ്രകടനത്തിലും റാലിയിലും എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 2, 3 തീയതികളിൽ നിർത്തുക ഈ യുദ്ധം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 236 കേന്ദ്രങ്ങളിൽ കുട്ടികളുടെ യുദ്ധവിരുദ്ധ റാലിയും പലസ്തീനിയൻ അധിനിവേശത്തെയും ജനജീവിതത്തെയും തുറന്നു കാട്ടുന്നതുമായ സിനിമകളും ഡിസംബർ 4 തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തെരുവോര ചിത്ര പ്രദർശന പരിപാടിയും നടത്തും. പാലസ്തീൻ ഐക്യദാർഢ്യ റാലി ഡിസംബർ 6 വൈകുന്നേരം 4:30 കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ആയിരിക്കും. 4 മണിക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിക്കും. പ്രകടനത്തിലും റാലിയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളോട് പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഡിസംബർ 2, 3 തീയതികളിൽ നിർത്തുക ഈ യുദ്ധം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുട്ടികളുടെ റാലി, യുദ്ധവിരുദ്ധ റാലി 236 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പാലസ്തീനിയൻ അധിനിവേശത്തെ തുറന്നു കാട്ടുന്നതും അവിടുത്തെ ജനജീവിതത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള സിനിമകൾ പ്രദർശിപ്പിക്കും. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന ഏകപക്ഷീയ യുദ്ധത്തിൽ പലസ്തീനിലെ നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ടവരിൽ 3-1 കുട്ടികളാണ്. യുദ്ധം ആരംഭിച്ചിട്ട് 56 ദിവസങ്ങൾ പിന്നിട്ടു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രയേൽ സേന ആക്രമണം നടത്തുകയുണ്ടായി. ഗാസയിലെ ആശുപത്രികൾ പോലും ബോംബിട്ട് തകർക്കുകയാണ് ചെയ്തത്. ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ എന്ന രാജ്യത്തെ ഐക്യരാഷ്ട്ര സംഘടനയിൽ മഹാഭൂരിപക്ഷം ലോക രാജ്യങ്ങളും അംഗീകരിച്ചതാണ്. സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭൂപ്രദേശം കയ്യേറി ജനങ്ങളെ കൊന്നൊടുക്കി രാജ്യം കൈവശപ്പെടുത്താനാണ് ഇസ്രയേലിന്റെ ശ്രമമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കണ്ണൂരിലെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ, PK ശ്രീമതി ടീച്ചർ, EP ജയരാജൻ, KK ശൈലജ ടീച്ചർ MLA, മുക്കം ഉമർ ഫൈസി, ഖലീൽ തങ്ങൾ മുസ്ലിയാർ, ഹുസൈൻ മടവൂർ, ധർമ്മ ചൈതന്യ സ്വാമി, പന്ന്യൻ രവീന്ദ്രൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഇസ്മായിൽ കരിയാട്, KP മോഹനൻ MLA, ഫാദർ മാത്യൂസ് വാഴക്കുന്നം, CP സലീം, P കമാൽകുട്ടി എന്നിവർ പങ്കെടുക്കും.
കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി പ്രൊഫസർ എസ് ബിജോയ് നന്ദൻ ചുമതലയേറ്റു. ഇന്നലെ കണ്ണൂർ സർവകലാശാല VC പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിച്ച നടപടി സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. നിയമിച്ച രീതി ചട്ടവിരുദ്ധമെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് JB പർദിവാലയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറഞ്ഞത്. പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ചോദ്യം ചെയ്താണ് ഹർജി കോടതിയിലെത്തിയത്. കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. കണ്ണൂർ നോർത്ത് ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലും സബ് ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയം കൈവരിച്ചതിനാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. താഴെച്ചൊവ്വ മുതൽ സ്കൂൾ വരെ നടത്തിയ ഘോഷയാത്രയിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. ആയിരത്തി 1928 ശ്രീ കോരൻ മാസ്റ്റർ സ്ഥാപിച്ചതാണ് കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂൾ. LKG ക്ലാസ്സുകളോടെ ആരംഭിച്ച ഈ സ്കൂൾ ഇപ്പോൾ 200ഓളം കുട്ടികളടങ്ങുന്ന UP സ്കൂളായി മാറിയിരിക്കുന്നു. കലോത്സവം അതേപോലെ പ്രവൃത്തി ശാസ്ത്ര പരിചയമേള ഇതിലൊക്കെ കുട്ടികൾ നല്ല വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അനുമോദനവും ഘോഷയാത്രയൊക്കെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ടീച്ചറെ, അതിനുള്ള പ്രചോദനം എന്താ കുട്ടികളുടെ? അധ്യാപകരും രക്ഷിതാക്കളുടെയും മികച്ച പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ പ്രകടനത്തിന് കുട്ടികളെ രക്ഷിതാക്കളെ കൂടാതെ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ നല്ല ഒരു ഹെൽപ്പ് ഉണ്ടാവില്ല? ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടു കൂടിയാണ് കുട്ടികൾ മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് A ഗ്രേഡും B ഗ്രേഡും ഒക്കെ നമുക്ക് നേടിത്തന്നിട്ടുണ്ട് കുട്ടികൾ. ഈ സ്കൂളിൽ ഏകദേശം എത്ര കുട്ടികളുണ്ട്? സ്കൂളിൽ ഇപ്പം 200ഓളം കുട്ടികളുണ്ട്. 200ഓളം കുട്ടികൾ LKG UKG പിന്നെ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ? ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കുട്ടികൾ കൂടുതലുള്ളത്. മലയാളം മീഡിയത്തിൽ കുറച്ചാണ് കുട്ടികളുള്ളൂ. ഇപ്പോൾ ഇവിടെ 11 അധ്യാപകർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കണ്ണൂർ നോർത്ത് ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലും സബ് ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയം കൈവരിക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. PTA വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് സാറിൻ്റെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്കൂളിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ കുറേ പുറകോട്ടായിരുന്നു. നമ്മളൊരു കുറച്ച് വർഷം മുന്നേ ഒരു കുടുംബസംഗമം നടത്തി. അതിനുശേഷം സ്കൂൾ നല്ല PTA നല്ല സജീവമായിട്ടൊരു PTA നിലവിൽ വന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാ ടീച്ചേഴ്സും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം കുറച്ച് 2-3 വർഷമായിട്ട് നമ്മളിപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സും PTA ടീച്ചേഴ്സിൻ്റെ ഒരു കഠിനമായ പ്രവർത്തനമുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. എല്ലാം ടീച്ചേഴ്സിൽ എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളോട് എന്താ കുട്ടികൾക്ക് കലാപരമായിട്ടും കായികപരമായിട്ടുള്ള അതിനോട് ഉപയോഗിച്ചിട്ട് തന്നെ ആ പരിപാടി ടീച്ചർമാർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കൂൾ ഇത്രയും വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ട് സ്കൂളിന്. സ്കൂളിൻ്റെ ഇപ്പോഴത്തെ നിലവാരം നല്ല മികച്ച നിലവാരം തന്നെയാണ് ഉള്ളത്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാലും നമ്മൾ ഗണിതശാസ്ത്ര മേളയിലായാലും കലോത്സവ മേളയിലായാലും നല്ല വിജയം കുട്ടികൾ നേടിയിട്ടുണ്ട്. അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും PTA മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ട്. താഴെച്ചുവ മുതൽ കിഴുത്തള്ളി ഈസ്റ്റ് UP സ്കൂൾ വരെ നടന്ന ഘോഷയാത്രയിൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും SST അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് റിവാർഡ് ഫൗണ്ടേഷന്റെയും കണ്ണൂർ ജില്ലാ ISM കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാഴ്ച പരിമിതരുടെ സംഗമവും കാതോരം ക്വിസ് മത്സരവും ഡിസംബർ 3 കണ്ണൂരിൽ നടക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ഇസ്ലാഹി കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസീർ കൈതേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പം ഈ വരുന്ന ഞായറാഴ്ച നമുക്കൊക്കെ അറിയാം ലോക ഭിന്നശേഷി ദിനമാണ്. അപ്പോൾ അന്ന് ഒരു ഭിന്നശേഷി സംഗമവും കാഴ്ച പരിമിതർക്കായിട്ടുള്ള ഒരു പ്രശ്നോത്തരിയും, അതായത് കാതോരം എന്ന് പറയുന്ന ഒരു ഓഡിയോ മാഗസിൻ റിവാർഡിൻ്റെ ഭാഗമായിട്ട് കാഴ്ച പരിമിതർക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ഓഡിയോ മാഗസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നോത്തരിയും ഭിന്നശേഷി സംഗമവും ഇവിടെ കണ്ണൂർ ഇസ്ലാഹി കോംപ്ലക്സിൽ വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു പത്രസമ്മേളനമാണ് നമ്മളിത് നടത്തുന്നത്. അതിനു മുമ്പ് റിവാർഡ് ഫൗണ്ടേഷനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയട്ടെ. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അവർ സമൂഹത്തിൻ്റെ ഒരു ഏരിയയിലോട്ട് ഒരു ഫ്രിഞ്ചിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും സ്വയം പ്രാപ്തരായി
അവരെ സമൂഹത്തിലേക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് റിവാർഡ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. മറ്റ് പല ഭിന്നശേഷി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി റിവാർഡ് എന്ന് പറയുന്നത് സംഘടനാ സ്വഭാവത്തിൽ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻക്ലൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. ഒരു ഉൾച്ചേർക്കൽ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി, ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി ഭിന്നശേഷിക്കാരും ഭിന്നശേഷിക്കാരല്ലാത്തവരുമായ ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സുൽഫിക്കർ അലി, ജില്ലാ സെക്രട്ടറി ഡോക്ടർ AA ബഷീർ, MGM സംസ്ഥാന സെക്രട്ടറി ഷമീമ ഇസ്ലാഹിയ, ജില്ലാ സെക്രട്ടറി ഷഹനാസ റഷീദ്, ഉനൈസ് പാപ്പിനിശ്ശേരി, ജലീൽ പരപ്പനങ്ങാടി, റഷീദ് ടമിറ്റോൺ, ഖാലിദ് ഫാറൂഖി, K നിസാമുദ്ദീൻ, ഹസൻ കുഞ്ഞി അരിപ്രാമ്പ്ര, മുഹമ്മദ് അക്രം, COT റാഷിദ് മുണ്ടേരി, സഫ്വാൻ ചാലാട്, TN മുരളീധരൻ എന്നിവർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും. കാഴ്ചപരിമിതർക്ക് വേണ്ടി റിവാർഡ് ഫൗണ്ടേഷൻ പുറത്തിറക്കുന്ന ഓഡിയോ മാസികയായ കാതോരം ശ്രവ്യ മാസികയിലെ ലേഖനങ്ങളെ അടിസ്ഥാനമാക്കി ക്വിസ് മത്സരം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജെയ്സൺ പരപ്പനങ്ങാടി, റാഷിദ് മുണ്ടേരി, കബ്ബാബ് ബീരാൻ, നിസാം കണ്ണൂർ, ഷഫീഖ് ഇസ്ലാഹി തുടങ്ങിയവരും പങ്കെടുത്തു. കർഷക ആത്മഹത്യ AAP തിങ്കളാഴ്ച കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമരം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് TT സ്റ്റീഫൻ അറിയിച്ചു. കർഷകർ അനുഭവിക്കുന്ന വേദനകൾ, കർഷക ആത്മഹത്യ. ഇപ്പോൾ ഒരു മാസത്തിനിടയിൽ പേരാവൂർ നിയോജകമണ്ഡലത്തിൽ 2 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനും അതിനെതിരെ ഈ കർഷക ആത്മഹത്യക്കെതിരെ ഞങ്ങൾ ഒരു മാർച്ചും ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ചും ധർണയും പ്രകടനവും ഒക്കെ ആയിട്ട് നടത്താനുള്ള ഒരു പരിപാടി ഇടുകയാണ്. ഇവിടെ അയ്യങ്കുന്നിൽ മുടിക്കയം എന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുന്നു. ഉടൻ തന്നെ കണിച്ചാർ വേറൊരാൾ MR ആൽബർട്ട് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. 2023 ഡിസംബറിൽ 4-ാം തീയതി തിങ്കളാഴ്ച കൃത്യം 10 മണിക്ക് രാവിലെ കണ്ണൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിന്ന് കളക്ടറേറ്റ് പടിക്കലേക്ക് ഒരു വ്യത്യസ്ത രീതിയിലുള്ള സമരപരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. കടക്കെണി മൂലം പേരാവൂർ മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. കർഷക ആത്മഹത്യയിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച ആം ആദ്മി പാർട്ടി കലക്ട്രേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ പ്രകടനവും നടത്താൻ തീരുമാനിച്ചത്. സമരം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ബിജു പാമ്പക്കൽ, KS സാദിഖ്, തോമസ് കുര്യൻ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, RGSA, വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മെഗാ ഫ്ലാഷ് മോബ് പര്യടനം സമാപിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ഫ്ലാഷ് മോബിന്റെ സമാപന ചടങ്ങിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ, സീനിയർ സൂപ്രണ്ട് നാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി. തദ്ദേശ സ്വയംഭരണ വകുപ്പും രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാനും കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷനും വിമൽ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റിസർച്ച് സെന്ററും സംയുക്തമായാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം ജില്ലയിലെ 4 കോളേജുകളിലും കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഫ്ലാഷ് മോബ് നടത്തിയത്. വിമൽ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ MBA ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് അനുബന്ധിച്ച് മാലിന്യമുക്ത കേരളം ക്യാമ്പയിനുമായി കൈകോർത്ത് നടത്തുന്ന പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചു നടന്ന സമാപന ചടങ്ങിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സീനിയർ സൂപ്രണ്ട് നാരായണൻ TV എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. RGSA ഡിസ്ട്രിക്ട് പ്രൊജക്ട് മാനേജർ ജ്യോതിഷ് PB, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എക്സ്പേർട്ട് നിതിൻ KRG, SA ബ്ലോക്ക് കോർഡിനേറ്റർമാർ, ശുചിത്വ മിഷൻ RPമാർ, മറ്റു ക്യാമ്പയിൻ പ്രതിനിധികൾ എന്നിവരും പരിപാടിയിൽ സജീവ സാന്നിധ്യമായിരുന്നു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി പുനർനിയമനം ലഭിച്ചതിന് ശേഷം ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ കൈപ്പറ്റിയ മുഴുവൻ ആനുകൂല്യങ്ങളും സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് PP അഭിപ്രായപ്പെട്ടു.
സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമനം റദ്ദാക്കി കണ്ണൂർ വിസിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും വൈസ് ചാൻസലറുടെയും കോലം കത്തിക്കലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കാരിയായ കൊള്ളക്കാരിയായ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റി തകർത്ത ആർ ബിന്ദുവിനെ രാജിവെപ്പിക്കാൻ അല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ പിണറായി വിജയൻ തയ്യാറാകണമെന്ന് ഈ സമരത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കില്ല. ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട് കേരളത്തിന്റെ തെരുവിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നു പോകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ അത് അന്തസ്സുയർത്തിപ്പിടിക്കുന്നതാവണം. അതിനകത്ത് കൈകടത്തലുകൾ അത് അവസാനിപ്പിക്കണം. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിന്റെ സ്വപ്നത്തിന്റെ പ്രതീക്ഷയായി അവർ കൊണ്ടു നടക്കേണ്ട സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് അനധികൃത നിയമനക്കാരനാണ്. അവരുടെ ജീവിതം ആലോചിച്ച് നോക്കണം. ഉത്തര മലബാറിന്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ട UDF ഇവിടെ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്. ആ യൂണിവേഴ്സിറ്റിയിലാണ് UG എഴുതിയ, PG എഴുതിയ, LLB എഴുതിയ, അതുപോലെ തന്നെ ഉന്നതമായ കോഴ്സുകളിൽ കഴിഞ്ഞ 2 വർഷക്കാലത്തിലധികം അവരുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടത് ഒരു വ്യാജനായിരുന്നു എന്നുള്ളത് പ്രിയമുള്ളവരുടെ വിവരം തെളിഞ്ഞിരിക്കുകയാണ്. എന്ത് വിലയാണ് ആ സർട്ടിഫിക്കറ്റിനുള്ളത്? ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വിജിൽ മോഹനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുൽ, സെക്രട്ടറി റോബർട്ട് വെള്ളാംവള്ളി, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് അശ്വിൻ സുധാകർ, റിൻസ് മാനുവൽ, പ്രിനിൽ മധുക്കോത്ത്, നിതീഷ് ചാലാട്, മിഥുൻ മാറോളി, സുബീഷ് തയ്യിൽ, അബ്ദുൾ വാജിദ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ വരുൺ MK, നികേത് നാറാത്ത്, അമൽ കുറ്റ്യാട്ടൂർ, ജിതിൻ കൊളപ്പ, ഫർഹാൻ മുണ്ടേരി, അതുൽ MC തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5,770 രൂപ, പവന് 46,160 രൂപ, വെള്ളി 82 രൂപ. അറിയിപ്പ്. സമയപരിധി ഡിസംബർ 15 വരെ നീട്ടിയതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. താലൂക്ക് വികസന സമിതി യോഗം. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ഡിസംബർ 2 രാവിലെ 11 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. സീറ്റ് ഒഴിവ്. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ, PSC അംഗീകാരമുള്ള വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി എന്നീ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ തലശ്ശേരി കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടണം. കാട വളർത്തലിൽ പരിശീലനം. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഡിസംബർ 7 കാട വളർത്തലിൽ പരിശീലനം നൽകുന്നു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ താൽപ്പര്യമുള്ള കർഷകർ ഡിസംബർ 6 പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യണം. ക്വട്ടേഷൻ. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ക്വാർട്ടേഴ്സ് AB ബ്ലോക്കിലേക്ക് വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. ഡിസംബർ 14 ഉച്ചയ്ക്ക് 2 മണി വരെ ക്വട്ടേഷൻ സ്വീകരിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCCയുടെ പ്രഥമ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം T പത്മനാഭന് സമർപ്പിച്ച് രാഹുൽ ഗാന്ധി. സത്യത്തിനും നീതിക്കുമായുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന മാഹി മദ്യവുമായി യുവാവ് പിടിയിൽ. കണ്ടെടുത്തത് 500 ml 54 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. കർഷക ആത്മഹത്യ. കലക്ട്രേറ്റ് മാർച്ചുമായി ആം ആദ്മി പാർട്ടി. തിങ്കളാഴ്ച മാർച്ചും പ്രതിഷേധ പ്രകടനവും നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് TT സ്റ്റീഫൻ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.